ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ആണ് ആദ്യം വായിച്ച് മനസ്സിലാക്കേണ്ടത്. എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലഫോൺ ടവർ അറ്റ് ആൻ എലിവേഷൻ 80 ഡിഗ്രി. ഇവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എലിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് നോക്കുന്നത്? എലിവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ് നോക്കുന്നത്? മുകളിലേക്കുള്ള വ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ മുകളിലേക്കുള്ള വ്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എലിവേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും കൊടുത്തിട്ടുള്ളത് എലിവേഷൻ ആണ്. അത് എന്ത് തന്നെയാണ്? മുകളിലേക്കുള്ള വ്യൂ ആണ്. ഓക്കെ, സോ നേരെ നോക്കിയിരിക്കുക. ആദ്യം ഇതിന്റെ ഫിഗർ ആണ് ഞാൻ വരക്കുന്നത്. ഫിഗർ വരക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒപ്പം ഫിഗർ വരച്ചോളൂ. ആദ്യം ഇതിന്റെ ഫിഗർ ആണ് ഞാൻ വരക്കുന്നത്. ഫിഗർ കറക്റ്റായിട്ട് ഫിഗർ വരച്ചാലേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റൂ. ഞാൻ ജസ്റ്റ് ഫിഗർ വരച്ചു വെക്കുന്നുണ്ട്. എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയാണ് ഫിഗർ എന്ന് വിചാരിച്ചത്. ഇവിടെ 90 ഡിഗ്രിയാണ് കേട്ടോ. കറക്റ്റായിട്ട് വരക്കണം. 90 ഡിഗ്രിയാണ്. നേരെ നോക്കിയിരുന്നോളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. എ ചൈൽഡ് സീസ് ദ ടോപ്പ് ഓഫ് എ ടെലഫോൺ ടവർ അറ്റ് 80 ഡിഗ്രി. ഇതാണ് ടെലഫോൺ ടവർ. ഇതാ ഈ സാധനമാണ് എന്ത്? ടെലഫോൺ ടവർ. ഇത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? ഇതാ ഇവിടെ നിന്നിട്ട് ഒരു കുട്ടി ഇത് എത്ര ഡിഗ്രിയിൽ കാണുന്നുണ്ട്? 80. ക്ലിയർ ആണോ? എന്നിട്ട് സ്റ്റെപ്പിംഗ് 20 മീറ്റർ എന്ന് പറഞ്ഞാല് 20 മീറ്റർ ബാക്കിലേക്ക് പോകുന്നുണ്ട്. റെഡിയല്ലാണോ? സ്റ്റെപ്പിംഗ് 20 മീറ്റർ ബാക്ക് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ബാക്കിലേക്ക് പോകുന്നുണ്ട്? 20. എന്നിട്ട് അത് എത്ര ഡിഗ്രിയിൽ കാണുന്നുണ്ട്? 40 ഡിഗ്രി. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഈ ഫിഗർ വരക്കുക എന്നുള്ളതാണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? സോ ആദ്യം 80 ഡിഗ്രി 20 മീറ്റർ ബാക്കിലേക്ക് വന്ന് 40 ഡിഗ്രിയിൽ വീണ്ടും കാണുന്നുണ്ട്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇനി ചെയ്യേണ്ട പ്രോസസ്സ് ഇതാണ്. ഇവിടെ 80 ഡിഗ്രിയാണ്. ഇവിടെ 80 ഡിഗ്രിയാണ്. ഇവിടെ 80 ആണെങ്കിൽ ഇതിന്റെ നേരെ പുറത്ത് എത്ര ഡിഗ്രി ആയിരിക്കും എന്നറിയോ? 100 ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്നറിയോ? 2 എണ്ണം കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. അങ്ങനെയാണ് ഇത് കിട്ടിയത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ 100 ഉണ്ട്, ഇവിടെ 40 ഉണ്ട്. 140 ആയി. ഇനി 180 ആവാൻ ഇവിടെ എത്ര വേണം? 40 വേണം. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഐസോസ്ലസ് ട്രയാങ്കിൾ. അത് എന്തുകൊണ്ട് ഐസോസ്ലസ് ആയി എന്നറിയോ? 2 സൈഡും ഈക്വൽ ആണ്. കണ്ടോ, ഇത് 40 ആണ്, ഇതും എന്ത് തന്നെയാണ്? 40 ആണ്. അതുകൊണ്ടാണ് ഇത് എന്ത് ട്രയാങ്കിൾ ആയത്? ഐസോസ്ലസ്. സോ ഐസോസ്ലസിന്റെ 2 സൈഡ് 2 ആംഗിൾ മാത്രല്ല ഈക്വല്, എന്തും കൂടി ഈക്വൽ ഉണ്ട്. ഇവിടെ 20 ആണെങ്കിൽ ഈ സൈഡും എന്ത് തന്നെയാണ്? 20. ഇനി നേരെ നോക്കിയിരുന്നോളൂ. നമുക്ക് കാണേണ്ടത് ഈ ടവർ ഇല്ലേ, അതിന്റെ ഹൈറ്റ് ആണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ പറഞ്ഞത് കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ എന്നാണ് പറഞ്ഞത്. സോ നേരെ നോക്കിയിരിക്കുക. ഈ 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. നമുക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. പെൻസിലുണ്ടെന്ന് എഴുതി വെച്ചോ. 80 ഡിഗ്രിയുടെ എന്ത് കാണണം? ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. റെഡിയാണോ? 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണണം. ഇതിന്റെ എന്താ തന്നത്? ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. 80 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് കാണേണ്ടത്. ക്ലിയർ ആണോ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ഹൈപ്പോട്ടനസ് ആണ് തന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ ഏതാണ്? ഏതാണ് ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് ഉള്ള ഇക്വേഷൻ? സൈൻ. അങ്ങനെയാണ് ഇതിൽ സൈൻ ആണ് കിട്ടേണ്ടത് മനസ്സിലാവുക. സോ എല്ലാവരും ഇക്വേഷൻ എഴുതി വെക്കുക. എന്താണ് ഇക്വേഷൻ? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ, മുഴുവനായിട്ട് എഴുതുക, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് ഫുള്ളാക്കിയിട്ട് എഴുതുക. ഓക്കെ, ഹൈപ്പോട്ടനസ് എന്ന് വരും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ക്ലിയർ ആണോ? അതാണ് കാണേണ്ടത്. യെസ്. ഈ തീറ്റ എന്ന് പറയുന്നിടത്ത് എത്ര ഡിഗ്രിയാണ് കൊടുക്കേണ്ടത്? 80. സോ ചെയ്തു നോക്കൂ, ഒപ്പം ചെയ്തോളൂ. സൈൻ
80. ക്ലിയർ ആണോ? ഓപ്പോസിറ്റ് എന്ത് കൊടുക്കണം? എച്ച് അല്ലെ? ഓപ്പോസിറ്റ് എന്ന സ്ഥലത്ത് എന്ത് കൊടുക്കണം? എച്ച്. ഹൈപ്പോട്ടനസ് എന്ത് കൊടുക്കണം? 20. ദെൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് വേണ്ടത്. എച്ച് ഇൻറ്റു ക്രോസ് ചെയ്യാൻ ആരുമില്ല, എന്ത് വരും? എച്ച് വരും. ക്ലിയർ ആണോ? സൈൻ 80 ഇൻറ്റു 20 ചെയ്യണം. അടുത്ത് എങ്ങനെ ചെയ്യാം? സൈൻ 80 ഇൻറ്റു 20. സോ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം സൈൻ 80 ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് സൈൻ 80യുടെ പകരം കുറേ മെഷർമെന്റുകൾ വേറെ തന്നിട്ടുണ്ടല്ലോ? അത് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ എത്രയാണ്? 0.98 ഇൻറ്റു 20. സോ 98 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്യാം. 2 പോയിന്റ് മാറ്റി എഴുതുക. 98 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്താൽ 98 ഇൻറ്റു 20 വേഗം മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 98 ഇൻറ്റു 20 എത്ര കിട്ടുക? 98 ഇൻറ്റു 20 മൾട്ടിപ്ലൈ ചെയ്താൽ 1960 എന്ന് കിട്ടും. പക്ഷെ എന്ത് ചെയ്യണം എന്നറിയോ? ഇവിടെ 2 പോയിന്റ് ഇല്ലേ? ആ 2 പോയിന്റ് ഇവിടെ മാറ്റി എഴുതണം. ക്ലിയർ ആണോ? 2 പോയിന്റ് ഉള്ളത് കൊണ്ടേ ഇവിടെ 2 പോയിന്റ് ഇല്ലേ? അതുകൊണ്ട് ആ 2 പോയിന്റ് ഇവിടെ മാറ്റി എഴുതണം. 19.6 എന്ന് കിട്ടും. കാരണം അവിടെ ആ 0 വരികയാണെങ്കിൽ ആ 0 എഴുതേണ്ട ആവശ്യമില്ല. 19.6 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ആണ് 4 മാർക്ക്. സമയം കളയാതെ ഇപ്പൊ തന്നെ പഠിക്കുക.